ഈ വീഡിയോ ഫുള്ളായി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഇത് സ്കൂള് കോളേജിലെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് ദറസ് പഠിക്കുന്ന, ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന, അതുപോലെ മറ്റ് ഏത് വിദ്യാഭ്യാസ മേഖല പഠിക്കുന്നവർക്കും ഈ ദിക്റുകളെല്ലാം ഉപകാരപ്പെടും. അതും മാത്രമല്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള തന്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരും അത് അന്വേഷിക്കുന്നവർക്കെല്ലാം ഇതിലെ ഓരോ ദിക്റുകളും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിക്റ് കൊണ്ട് നേടുന്നതിനൊക്കെ നിലനിൽപ്പുണ്ടാകും. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. പിന്നെ കഴിവുള്ളവരിലേക്കെല്ലാം എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കട്ടെ. പരീക്ഷക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പേടിയുടെയും ടെൻഷന്റെയും കാലം. എത്രയെത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എന്തൊക്കെ പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയുന്നില്ല. ആ സമയത്തുള്ള ടെൻഷൻ കാരണം വളരെ ആരോഗ്യ പ്രശ്നം വരുള്ളവർ ഏറെയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ഓർമ്മശക്തിക്കും ബുദ്ധിക്കും മറ്റ് കാര്യങ്ങൾക്കുമുള്ള ദിക്റുകൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾക്കേറെ ഉപകാരപ്പെടും. പൂർത്തീകരിച്ച് കാണുക. അള്ളാഹു നിങ്ങളെ സ്വീകരിക്കട്ടെ. അപ്പൊ നിങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങല്ലേ. പരീക്ഷ എടുത്തു, ഇനിയും മാറി നിന്നാൽ അറിയാലോ, പരാജയം അത് വല്ലാത്തൊരു കൈപ്പേറിയ അവസ്ഥയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, അല്ലെ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ 16 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലുക. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാ, ഓർമ്മശക്തി കൂടാൻ വേണ്ടിയുള്ള ദിക്റ. അതുപോലെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇഫ്തഹ് അലൈനാ ഹിക്മതക വൻശുർ അലൈനാ റഹ്മതക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന 3 പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുക. വിജയമുണ്ടാകും. രാവിലെ എക്സാമിന് പോകുന്ന ദിവസം സുബഹിന്റെ സമയത്തില് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സൂറത്ത് ശറഹ് 11 പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കുക. പഠിച്ചത് ഓർമ്മയിൽ വരാനും യഥാസമയം അത് പേപ്പറിലേക്ക് എഴുതാനും അല്ലാഹു തആല വിജയം നൽകാനും മറക്കണ്ട. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് ചെന്നു എക്സാം പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ എക്സാം പേപ്പറിന്റെ ബ്ലാങ്ക് ആയ സ്ഥലത്തേക്ക് നോക്കി സൂറത്ത് ശറഹ് ഒരു തവണയും യാ ഫത്താഹു യാ അല്ലാഹ് 11 പ്രാവശ്യവും യാ സലാം യാ അല്ലാഹ് 11 പ്രാവശ്യവും ചെല്ലുക. എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒഴിവുള്ള പകൽ സമയങ്ങളിൽ എക്സാമിനെ ഓർത്ത് അധികമായി ടെൻഷൻ ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ സൂറത്ത് ഇസ്രായിലെ 80-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുക. ഇത് ചെയ്യാൽ ടെൻഷനും മാറും, അള്ളാഹു വിജയവും നൽകും. ഇനി പരീക്ഷ പ്രഖ്യാപിച്ചത് മുതൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം വരെയും യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 113 പ്രാവശ്യം നിത്യമായും നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു തആല നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എക്സാം എഴുതുന്നതിന് മുമ്പായി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു തവണ ചൊല്ലുക. ഇത് എക്സാം എളുപ്പമാകാൻ കാരണമാണ്. പൊതുവെ നമ്മളെല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്, പഠിച്ചതാ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് മറന്നുപോയി. അതെല്ലാവരെയും വല്ലാതെ ബേജാറിലാക്കും. ആ സമയത്ത് ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു തവണയും, അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന ഈ സ്വലാത്തിനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് മറന്നുപോയതിനെ നമ്മുടെ ഓർമ്മയിൽ എത്തിച്ചേരും. ഇനി പരീക്ഷയെല്ലാം കഴിഞ്ഞു, പേപ്പറൊക്കെ മടക്കി സാറിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സൂറത്തുൽ അഅറാഫിലെ 43-ാമത്തെ ആയത്തിനെ നിങ്ങൾ പാരായണം ചെയ്യുക. പേപ്പറെല്ലാം മടക്കി സാറിന്റെ കയ്യിൽ പേപ്പർ കൊടുത്ത് മടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് ഈ ദിക്ർ കൂടി നിങ്ങൾ ചൊല്ലുക. ഇതിനർത്ഥം നിങ്ങൾ ഒന്നും പഠിക്കണ്ട, ദിക്ർ മാത്രം ചൊല്ലിയാൽ വിജയിക്കും എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. അതിനുശേഷമുള്ളതൊക്കെ അല്ലാഹു തആല ഏറ്റെടുക്കും. നിങ്ങൾ അധ്വാനിക്കൂ, അല്ലാഹു തആല വിജയം നൽകും. പരിശ്രമിച്ചവൻ പരാജയപ്പെടില്ലെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ നിലക്കും വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഇത് SLC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ആര് എന്ത് പഠനാവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടും. അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ ഖൈറായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.